നമസ്കാരം, ജെൻസനാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാമെന്നാണ് കരുതുന്നത്. ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് ഇതാണ്: ദൈവത്തെ പ്രയോറിറ്റൈസ് ചെയ്യുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, ബൈബിളിലെ പുസ്തകമാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും അനുഗ്രഹിക്കപ്പെടും. ഇത് പലപ്പോഴും ട്രൈ ചെയ്ത് പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ മര്യാദയ്ക്ക് ചൊല്ലി പറ്റാവുന്ന അവസരങ്ങളിലേക്കൊക്കെ പള്ളിയിലൊക്കെ പോയി അങ്ങനെ ബാഹ്യമായി ഉള്ള രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഫിസിക്കലായി പോലും നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, പലതരം ഭക്ഷണം ഉണ്ടാവും, നല്ല ഭംഗിയായിട്ടത് കഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ചില സമയങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മറ്റ് എഫേർട്സൊന്നും ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ തെന്നി മാറിപ്പോകുന്ന സമയങ്ങൾ ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടായാൽ പോലും അത് കഴിക്കാനുള്ള സമാധാനം ഇല്ലാത്ത അവസ്ഥകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: ദൈവത്തെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ ബുധനാഴ്ചയിലെ ഒരു കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്, ഒരുപാട് മീറ്റിങ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം കൊളീഗ്സ് കുറച്ച് പേരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അവർ വരും, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ബെർണഡറ്റിനെ എൻ്റെ പരിപാലന കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസം. അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ടൊരു 8:30 കഴിഞ്ഞു. ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ 9 മണിക്ക് അടുത്തുള്ളൊരു പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അന്നത്തെ ദിവസം ഈശോയ്ക്കൊരു പ്രാധാന്യം കൊടുത്തേക്കാം എന്ന് കരുതി നേരെ പള്ളിയിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷേ അന്നത്തെ ദിവസം മുഴുവൻ ഒന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സൗന്ദര്യം പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് 9 മണിയുടെ കുർബാന കഴിഞ്ഞ് ഓഫീസിൽ പോയപ്പോഴത്തേക്ക് നമ്മളോട് ചിലപ്പോഴെങ്കിലും ഒരു അസഹിഷ്ണുതയൊക്കെ ഉണ്ടാക്കാവുന്ന കൊളീഗ്സ് പോലും കുശലം ചോദിക്കുന്നു, കാപ്പി കൊണ്ടെത്തരുന്നു. ഉച്ചയ്ക്ക് അന്ന് ടീം ലഞ്ചുള്ള ദിവസമായിരുന്നു. ഒരു സൗഹൃദ സംഭാഷണമൊക്കെ ടീം ലഞ്ചിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്നു. മീറ്റിങ്സ് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നു. ഒരു പക്ഷേ ഒരു അരമണിക്കൂർ പ്ലാൻ ചെയ്ത മീറ്റിംഗ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഒരു കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു. അന്ന് വൈകുന്നേരം കൊളീഗ്സ് വീട്ടിലേക്ക് വന്നു. സാധാരണ നമ്മൾ ഫോർമലായിട്ട് ഒരു മണിക്കൂറിൻ്റെയൊക്കെ വിസിറ്റ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ പക്ഷേ കുറച്ചുകൂടെ ഹൃദ്യമായ രീതിയിൽ ഒരു 2-2.5 മണിക്കൂർ നേരം അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് സമാധാനമായി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചൊക്കെയാണ് അവർ മടങ്ങുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്നും മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്: നമ്മളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അപ്പോൾ നമ്മളുടെ ഭക്ഷണവും പാനീയവും അനുഗ്രഹിക്കപ്പെടും. ആമേൻ.